കരുവാറ്റയിലെ കൗമാര കൊട്ടേഷൻ കൊലപാതകത്തിൽ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൌൺസിലിംഗ് നൽകുന്നു. ശിവൻകുട്ടിക്കെതിരെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി കൌൺസിലിംഗിൽ വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ വിലയിരുത്തലിനായി ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ കൂടി സഹായം തേടും. പെൺകുട്ടി നൽകിയ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. റാംഷാ CP വിശദാംശങ്ങൾ നൽകാൻ. റാംഷാ, എന്തൊക്കെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടുണ്ട്? ഇനി വ്യക്തത വരണമെങ്കിൽ ഈ കൌൺസിലിംഗ് അടക്കം പൂർത്തിയാക്കിയിട്ട് അതിനുശേഷം ആ കുട്ടിയിൽ നിന്നുള്ള മൊഴിയടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിലവിൽ എന്താണ് അന്വേഷണം? എവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? കീർത്തന, കരുവാറ്റയിലെ കുട്ടി കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ, വാർത്തകൾ നമ്മൾ വളരെ ഒരു മനപ്രയാസത്തോടു കൂടിയാണ് കേരളം കേട്ടത്. ഇതിൽ ഇപ്പോൾ പോലീസ് വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എല്ലാം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ ആ വലിയ ബുദ്ധിമുട്ടുകൾ പോലീസ് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും CWCയുടെ നേതൃത്വത്തിൽ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി നേരത്തെ പോലീസിനോട് പറഞ്ഞ മൊഴികളൊന്നും തന്നെ ഇപ്പോൾ ഈ കൗൺസിലിങ്ങിന്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ മുത്തശ്ശൻ ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസിനോട് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത്, 13-കാരി പറഞ്ഞിരുന്നത് മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് തനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാഡ് ടച്ച് ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കൗൺസിലിങ്ങിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നേരത്തെ പോലീസിനോട് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത് തനിക്ക് എതിരെ മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് തൻ്റെ പിതാവ്, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പിതാവിൻ്റെ പിതാവായ ഈ മുത്തച്ഛനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള മൊഴികളൊക്കെ നേരത്തെ തന്നെ ഈ പെൺകുട്ടി നൽകിയിരുന്നു. ഏതായാലും ആ വിവരങ്ങളൊന്നും തന്നെ, ആ മൊഴികളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ വിശ്വാസ്യതയിൽ എടുക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റ് കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെയായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ്. റാംഷാ CP വിശദാംശങ്ങൾ നൽകിയത്.